8ൻ്റെ പണി എന്ന് വെച്ചാൽ 8ൻ്റെ അപ്പുറത്തെ പണി 18ൻ്റെ പണിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവേക്ക്. ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 23 സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 6:15 കേട്ടോ. ഇന്ന് നമ്മുടെ +1 ഫിസിക്സ് പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമിനേഷൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് അല്ലെങ്കിൽ റിവ്യൂ വ്ളോഗുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഇതിൽ വെയിറ്റേജ് എവിടെയാടേ? ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം അതാ, ഇതിൽ വെയിറ്റേജ് എവിടെ? അതായത് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ഫ്ലൂയിഡ്സ് എന്ന് ഇത്ര മാർക്കിന് വരും, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് ഇത്ര മാർക്കിന് വരും, മോഷനിന് സ്ട്രെയിറ്റ് ലൈനിൽ ഇത്ര വരും, മോഷനിന് പ്ലെയിനിൽ ഇത്ര വരും, അങ്ങനെയൊക്കെ പറയുമല്ലോ. ആ ഒരു വെയിറ്റേജ് പാറ്റേൺ ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നില്ല എന്നാ, ഒരു വെയിറ്റേജ് പാറ്റേണും ഇത് ഫോളോ ചെയ്യുന്നില്ല. അതിപ്പോൾ ഫോളോ ചെയ്യണം തന്നെ ഇല്ല, അങ്ങനെ റൂളൊന്നുമില്ല. എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു വെയിറ്റേജൊക്കെ നോക്കി പഠിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമില്ല, വെയിറ്റേജ് പറഞ്ഞ സംഭവമേ ഇല്ല. ഓക്കെ, അതാണ് എനിക്ക് ആദ്യം മെയിനായിട്ട് പറയാനുള്ളത്. ആ ഒരു ഫ്ലൂയിഡ്സ് എന്ന് വന്നത് എന്താ, ആകെ ഒരൊറ്റ ചോദ്യം ആകെ ഫ്ലൂയിഡ്സ് എന്ന് വന്നേ ഏതാ, ലാസ്റ്റത്തെ ആ ഒരു 5 മാർക്കിൻ്റെ ആ ഒരു കാപ്പിലറി റൈസിൻ്റെ ക്വസ്റ്റ്യൻ. അത് മാത്രമല്ലേ ഫ്ലൂയിഡ്സ് എന്ന് വന്നേ. ആ ഒരു എന്താ പറയുക, ബെർണോളിസ് പ്രിൻസിപ്പിൾ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതാണ് മെയിനായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്. ഈ ഒരു വെയിറ്റേജ് പറഞ്ഞ സംഭവമേ ഇല്ല. വേറെ പറയാനുള്ളത്, ഈ ഒരു ഫിസിക്സ് എക്സാം 8ൻ്റെ പണിയായിരിക്കും തന്നിട്ടുണ്ടാവുക. എങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മാത്രം കുറച്ചൊക്കെ നോക്കിയിട്ടും പിന്നെ ബാക്കിയുള്ളത് കുറച്ചൊക്കെ നോക്കിയിട്ട് പോയ ഒരാളാണ്. 8ൻ്റെ പണി എന്ന് വെച്ചാൽ 8ൻ്റെ അപ്പുറത്തെ പണി 18ൻ്റെ പണിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നും ഇതിൽ ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും. ഒന്നാമത് ആ ഒരു ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഡെറിവേഷൻ, പിന്നീട് ആ ഒരു S=UT+12 ആ ഒരു ഡെറിവേഷൻ, അങ്ങനെ ഒരു 1-2-3 ക്വസ്റ്റ്യൻ അത്ര മാത്രമേ ഇതിൽ ഇമ്പോർട്ടൻറ്റ് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. വേറെ ഒരു ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഇതിൽ ചോദിച്ചിട്ടില്ല. മനസ്സിലായാലോ? ഇമ്പോർട്ടൻറ്റ് പഠിച്ചിട്ട് പോയ ആൾക്ക് 8ൻ്റെ അല്ല 18ൻ്റെ പണിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പിന്നീട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു പാടുണ്ടാവും. അതേതാ? ഫിസിക്സിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മാത്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സെറ്റ്സ്. അതായത് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കും, ഓക്കെ ആണ്, എന്ത് വന്നാലും എഴുതും. എന്നിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? വാട്ട് ഈസ് മീൻ ബൈ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഇതിനൊക്കെ എന്താ ഞാൻ ഇത്ര എഴുതുക? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ലടാ, ഇങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. നല്ല പണി തരാൻ വേണ്ടി മാത്രം വന്ന ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതായത് കുറച്ചൊന്ന് പഠിച്ചിട്ട് പോയാൾക്ക് എളുപ്പത്തിൽ മീൻസ് കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റും. കുറച്ചൊന്ന് മെനക്കെട്ട ആൾക്ക് കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയോ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്, അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഫിസിക്സ് എക്സാമിൻ്റെ ഇതെന്ന് പറയുന്നത്. ഒരു ഓവറോൾ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തന്നുവല്ലോ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസിനെ ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും അതിലേക്ക് നമുക്ക് പോവാം. ആദ്യം തന്നെ ഈ പേപ്പർ ഈ ഒരു പേപ്പർ കിട്ടുവാണെങ്കിൽ ഞാൻ നല്ല രീതിക്ക് ടെൻഷനായിരുന്നു കേട്ടോ. ടെൻഷൻ എന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത് സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്താൽ പോയത്, അത് മെയിൻ കാര്യമാണ്. ഞാൻ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സൊക്കെ നോക്കി എന്താ പറയുക, ഈ ഒരു ഫ്ലൂയിഡ്സ് മെയിൻലി ഈ ഒരു ഫ്ലൂയിഡ്സ് നോക്കിയിട്ടാണ് പോയത്. കാരണം എന്താ, അതെന്തായാലും ചോദിക്കുന്നത് എനിക്കറിയാം. അതിന്ന് മെയിനായിട്ട് ചോദിക്കുന്ന കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ PYQ എടുത്ത് നോക്കിയാൽ പോലും നമ്മുടെ ഈ ഒരു ഫ്ലൂയിഡ്സ് എന്നും ഇങ്ങനെ കുറേ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിനൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലുള്ള പാഠങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പോയത്. പിന്നീട് ബാക്കിയുള്ള കുറച്ച് വെയിറ്റേജ് കുറവുള്ള പാഠങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പേപ്പർ ഇട്ടോളം നല്ല ഇത് ടെൻഷനായിരുന്നു. ഇറ്റ്സ് ഓക്കെ. പിന്നീട് ഈ ഒരു പേപ്പർ കിട്ടി, ഇവിടെ പേര് എഴുതി, രജിസ്റ്റർ നമ്പർ എഴുതി, എന്നിട്ട് ഈ പേപ്പർ ഇങ്ങനെ പേപ്പർ തുറന്നിട്ട് ആദ്യം തന്നെ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു. ജസ്റ്റ് പെട്ടെന്ന് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ സമാധാനമായി. എളുപ്പമാണ്, കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റും, ആ ഒരു രീതിയിലെത്തി. രണ്ടാമത് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു, അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഒന്ന് പോയി. കാരണം എന്താ, ഇത് സെൻറ്റർ ഓഫ് എർത്തിൽ വാല്യൂ ഓഫ് ജി ആണ് ചോദിച്ചത്. സെൻറ്റർ ഓഫ് എർത്തിൽ കേസ് ഓക്കെ. ഞാൻ ആദ്യം വിചാരിച്ചു വാല്യൂ ഓഫ് ജി, അതായത് 9.8 എഴുതിയാൽ മതിയോ, സമാധാനമായിന്ന് ആണ് ഞാൻ വിചാരിച്ചത്. ഇതിൽ സെൻറ്റർ ഓഫ് എർത്താണ് ചോദിച്ചത്. അത് 9.8 തന്നെയാണ് ഞാൻ എഴുതിയത്. അതിൽ വെറുതെ എഴുതിയതാണ്, എനിക്കറിയാം തെറ്റെന്ന്. 0 ആണെന്നാണ് കുറേ ആൾക്കാർ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ. പിന്നീട് ഒരു 1 മാർക്ക്, ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പിന്നീട് ഈ ഒരു 1 മാർക്കിൻ്റെ സെക്ഷൻ വായിക്കുമ്പോഴത്തേക്കും ഓക്കെ, കുഴപ്പമില്ല, എഴുതാം, ആ ഒരു രീതിയിലേക്ക് എത്തി. ഈ ഒരു 1 മാർക്കിൻ്റെ സെക്ഷൻ വായിക്കുമ്പം ഇതിൽ എനിക്കിപ്പോൾ ഞാൻ ആൻസറൊന്നും അധികം അങ്ങനെ പറയുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർക്ക് ടെൻഷനാവും ഗൈസ്. എന്തിന് നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് എനിക്ക് തന്നെ ഇവിടെ റിവ്യൂ ഇട്ടിട്ട് ടെൻഷൻ ആവാറുണ്ട്. അതല്ല ബ്രോ, ആൻസർ ഇതാണ് ബ്രോ. അപ്പം ഞാനിങ്ങനെ കറക്റ്റ് ആൻസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൻസർ കറക്റ്റായിട്ടുള്ളത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ടെൻഷനാവും. അതുകൊണ്ട് ഞാനധികം ആൻസറൊന്നും പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു 1 മാർക്കിൻ്റെ സെക്ഷൻ വലിയ കുഴപ്പമില്ലാണ്ട് എങ്ങനെയൊക്കെയോ എഴുതി ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ഈ ഒരു സെക്ഷൻ ബിയിലും
കുഴപ്പമില്ല, എഴുതിയിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്ക് സെക്ഷൻ ബിയും ആക്കിയിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി, അതും കുഴപ്പമില്ല. പിന്നീട് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, എക്സാം ഹോളിൽ പോയിട്ട് ഈ ഒരു എന്താ എഴുതേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയാണ്, കോമഡി ആണെന്ന് അറിയില്ല. അതായത് ഈ ഒരു ഫസ്റ്റ് പേപ്പറിൻ്റെ തിക്നെസ് കുറവല്ലേടാ, ഫസ്റ്റ് പേപ്പറിൻ്റെ തിക്നെസ് കുറച്ച് കുറവാണ്. ഈ ഒരു സെക്കൻഡ് പേപ്പർ, അതായത് ഈ ഒരു പേപ്പറിൻ്റെ തിക്നെസ്സിനേക്കാളും ഈ ഒരു പേപ്പറിൻ്റെ തിക്നെസ് കൂടുതലാണ്. അതൊക്കെ ശ്രദ്ധിക്കണം ഗൈസ്. ഓക്കെ, വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഈ ഒരു ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇതെന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഈ ഒരു S=UT + ½ AT², ഇതൊക്കെ എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അതെല്ലാവരും എഴുതിയിട്ടുണ്ടാവും. പിന്നീട് ഈ ഒരു 10ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. ഈ ഒരു മാച്ച് ദ ഫോളോയിങ് കോമഡിയാണ്. മൊത്തത്തിൽ കറക്കി കുത്തിയതാണ്. മൊത്തത്തിൽ എന്തൊക്കെയോ ബുദ്ധി ഉപയോഗിച്ചിട്ട് കറക്കി കുത്തി, അത് മൊത്തം ശരി. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ എന്തായാലും ജൂള് വരും എന്നറിയാം. അതുകൊണ്ട് അത് എവിടത്തേക്ക് മാച്ച് ചെയ്തു, അങ്ങനെ എന്തൊക്കെയോ ആക്കിയിട്ട് മാച്ച് ചെയ്തു ഗൈസ്, മൊത്തം ശരിയാണ്. അതിന് 2 മാർക്ക് ഇല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. പിന്നീട് ഈ ഒരു ഹീറ്റ് എഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ബ്രോ ഹീറ്റ് എഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ ഹീറ്റ് എഞ്ചിൻ നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് പഠിക്കാണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു പഠിക്കാണ്ടില്ല. പക്ഷേ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഇതൊന്നും നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബെർണോളിസ് തിയറം, ഈ ഒരു ബാങ്ക്ഡ് റോഡിൻ്റെ ഡെറിവേഷൻ, ഈ ഒരു സർക്കുലർ റോഡിൻ്റെ ഡെറിവേഷൻ, അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ്. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, അതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം അത് ഞാൻ എന്തൊക്കെയോ ആക്കിയിട്ട് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഞാൻ എന്തൊക്കെയോ ആക്കിയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഈ ഒരു എസ്കേപ്പ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ അതും എന്തൊക്കെയോ ആക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഒരു സെക്ഷൻ സി മുതലാണ് നമുക്കിങ്ങനെ നമ്മളെന്താ പറയുക, ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി തുടങ്ങുന്നുള്ളത്. ഓക്കെ, സെക്ഷൻ സിയിൽ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എന്താ, യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, വാട്ട് ഈസ് മീൻ ബൈ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിനൊക്കെ എന്താണ് എഴുതുക, അതിനൊക്കെ സെൻറ്റൻസ് ആക്കിയിട്ട് എന്താ എഴുതുക, എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സെൻറ്റൻസ് ആക്കിയിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് ബി ക്വസ്റ്റ്യൻ അത് വലിയ കുഴപ്പമില്ല. അത് എനിക്ക് കിട്ടിയത് ആക്സലറേഷൻ, അതായത് LT⁻⁻² കിട്ടി. അതിൻ്റെ യൂണിറ്റ് m/s². അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ എന്താണ് എഴുതിയെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നീട് അടുത്ത ഇതിലേക്ക് വരുമ്പം 16ാമത്തെ ക്വസ്റ്റ്യൻ ടഫായിരുന്നു, 17ാമത്തെ ക്വസ്റ്റ്യൻ ടഫായിരുന്നു, 18ാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് 19ാമത്തെ ക്വസ്റ്റ്യൻ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. 20ാമത്തെ കൺസർവേറ്റീവും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും അത് ഞാൻ ലാസ്റ്റ് പോകുന്ന സമയത്ത് ChatGPT നോക്കിയിട്ട് മനസ്സിലാക്കിയായിരുന്നു. അതുകൊണ്ട് ആ ഒരു പാത്ത് ഫോളോ ചെയ്യുന്നു, പാത്തൊന്നും ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ എഴുതിയത്. എന്തായാലും കമൻറ്റ് ചെയ്യാം. പിന്നീട് 21ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു ആംഗുലാർ മൊമെൻറ്റ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതും കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് അടുത്തത് ഇനിയാണ് ഗൈസ് നല്ല രീതിക്ക് നമ്മളെ പണി തരാൻ പോകുന്ന സെക്ഷൻ ഉള്ളത്, സെക്ഷൻ ഡി ആൻഡ് സെക്ഷൻ ഇ. അതായത് ഈ ഒരു സെക്ഷൻ ഡിയിൽ ആകെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു 25ാമത്തെ ക്വസ്റ്റ്യനാണ്. അതായത് ഈ ഒരു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് നമ്മൾ 10-9 പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് എഴുതിയിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, ആ ഒരു ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കേണ്ട ആ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അതും എഴുതിയിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് ഈ ഒരു സെക്ഷൻ ഡിയിൽ എളുപ്പമായിട്ട് തോന്നിയ ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള 3 ക്വസ്റ്റ്യനും കണക്കാം. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടില്ലേ. പിന്നീട് അതിൻ്റെ കാര്യം ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നീട് സെക്ഷൻ ഇയിലേക്ക് വരുമ്പം ഈ ഒരു ഗ്രാവിറ്റിയിലെ ഈ ഒരു 26ാമത്തെ ക്വസ്റ്റ്യൻ അതും എന്താ പറയുക, ഒരു സാറ്റിസ്ഫൈഡ് അല്ല, എഴുതിയിട്ടുണ്ട്, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ആ ഒരു രീതിയിൽ. പിന്നീട് 27ാമത്തെ ക്വസ്റ്റ്യൻ അതുള്ളതുകൊണ്ട് മാത്രം ഈ ഒരു 5 മാർക്കിൻ്റെ സെക്ഷൻ എഴുതിയെന്ന് വേണമെങ്കിൽ പറയാം. 27ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈം ഓഫ് ലൈറ്റിൻ്റെ ഡെറിവേഷൻ പഠിച്ചുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൊജക്റ്റൈൽ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ആ ഒരു PQRS ആ ഒരു മാർക്ക് ചെയ്യണ്ടേ, യൂകോസ് തീറ്റ, യൂസൈൻ തീറ്റ, അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് 5 മാർക്കിൻ്റെ സെക്ഷൻ. 5 മാർക്കിൻ്റെ സെക്ഷനിൽ പിന്നീട് എന്താ, ഫ്ലൂയിഡ്സ് ആകെ ചോദിച്ചൊരു ചോദ്യം ഇതല്ലേ, ഈ ഒരു കാപ്പിലറി റൈസിൻ്റെ ഈ ഒരു 5 മാർക്കിൻ്റെ ഈ ഒരു സംഭവം മാത്രമാണ് ഫ്ലൂയിഡ്സ് എന്ന് ചോദിച്ചത്. പിന്നീട് ഈ ഒരു അത് എഴുതിയിട്ടില്ല, ഞാൻ ഈ ഒരു കാപ്പിലറി റൈസിൻ്റെ ഇത് എഴുതിയിട്ടില്ല. ഞാൻ ഈ ഒരു ഹൂക്സ് ലോൻ്റെ ഈ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ടുള്ള 29ാമത്തെ ക്വസ്റ്റ്യനാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വെച്ചിട്ട് പറയാനുള്ളത്. മൊത്തത്തിൽ ഈ ഒരു ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് എന്താ ഇമ്പോർട്ടൻ്റ് മാത്രം നോക്കിയിട്ട് പോയാൽ 8ൻ്റെ പണിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ആൻഡ് കുറച്ചൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയാൽ കുഴപ്പമില്ലാണ്ട് എഴുതാം. അതായത് ഒരു A+ കിട്ടുന്ന രീതിയിലൊക്കെ എഴുതണമെങ്കിൽ നല്ല രീതിക്ക് പഠിച്ചിട്ടൊക്കെ മാത്രമേ പറ്റൂ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, എനിക്ക് വലിയ സീനില്ല. എങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഞാൻ പറഞ്ഞ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു ബെർണോളിസ് തിയറം, പിന്നെ ഈ ഒരു ബാങ്ക്ഡ് റോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കപ്പോഴും ഈ ചിരിച്ചിട്ട് മാത്രമേ സംസാരിക്കാൻ അറിയുള്ളൂ, അതൊരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും എൻ്റെ ഫേസ് എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഗൈസ് ഓക്കെ, ഫിസിക്സ് എക്സാം ഇതാണ്.
കുഴപ്പമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ല ടഫ് ക്വസ്റ്റ്യനാണ്, നല്ല ടഫ് ക്വസ്റ്റ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇത്ര മാത്രമേ ഫിസിക്സ് എക്സാമിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ. നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു. അതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടിയേനെ. അതൊന്നും ചോദിക്കാതെ ഇങ്ങനത്തെ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമുക്ക് പണി തന്നു. പിന്നീട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, അതായത് ഹീറ്റിനെയും ഈ ഒരു എന്താ പറയുക, ഏതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ഹീറ്റിനെയും ടെമ്പറേച്ചറും ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. അതും ക്വസ്റ്റ്യനാ, അതും കൺഫ്യൂഷൻ അടുപ്പിച്ച്, അങ്ങനെ കുറേ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, അത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പം എവിടെയെങ്കിലും പോയിട്ട് ഞാൻ കമൻറ്റ് ഇടും. ഇതിപ്പോൾ നിങ്ങൾ കാണണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറയാണ്. അതായത് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ എൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ ഇപ്പോൾ ആരെങ്കിലും ചോദിക്കും ബ്രോ ഫിസിക്സ് ഏതും വരെ പഠിച്ചിട്ടായി എന്നൊക്കെ കമൻറ്റ് ഇടുമല്ലോ. അപ്പം ഞാൻ ശരിക്കും ഉള്ളത് പറയാം. അത് ഞാൻ ശരിക്കും തന്നെയാണ് പറയുന്നത്. ശരിക്കും പറയും എനിക്ക് ഇത്ര പാഠം പഠിച്ചിട്ടായി ബ്രോ, അല്ലെങ്കിൽ എന്താ പറയുക എനിക്കൊന്നും തീർന്നിട്ടില്ല ബ്രോ. ശരിക്കും ഞാനിപ്പോൾ കംപ്ലീറ്റ് സിലബസ് തീർക്കാതെയാണ് ഈ ഒരു എക്സാമിന് പോയത്. തീരാതെയാണ് പോയത്, തീർക്കാതെയല്ല, തീരാണ്ടായത് പോയത്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് റിപ്ലൈ ഉണ്ട്. കുറേ ആൾക്കാരല്ല, ഒരു 1, 2, 3 ആൾക്കാർ, അത് എനിക്കറിയില്ല എന്തിനാറില്ല, അവർ പറയും ഞാൻ കള്ളമാണ് പറയുന്നത്, എന്തിനാ വെറുതെ ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കുന്നതെന്നാണ് അവർ പറയുന്നില്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരോടാണ് ഞാനീ പറയുന്നില്ല, അത് നിങ്ങളോടൊന്നല്ല കേട്ടോ. ഓക്കെ, എനിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തന്ന് വെറുതെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലടാ, എനിക്ക് അതിന് റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വിശ്വസിച്ച്, അതായത് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവരത് വിശ്വസിച്ചോളും. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കും അവർ. അല്ലാണ്ട് എനിക്ക് ഞാൻ പറയുന്നത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഓക്കെ, അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തു, എനിക്കത് കുഴപ്പമില്ല. ഇതിനിപ്പോൾ ഇങ്ങനെ റിപ്ലൈ തരാൻ പോയി തന്നാൽ റിപ്ലൈ മാത്രമേ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതിനധികം റിപ്ലൈ തരാൻ പോകാറില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കുറേ ആൾക്കാർ അത് പറയുന്നുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എൻ്റെ റിവ്യൂ എന്താണ്, ഞാൻ പറയുന്നത് എന്താണ് എന്നൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. അത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ആ കമൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ 50K സബ്സ്ക്രൈബേഴ്സ് ആവാനായി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ എന്തായാലും ഇനി നമുക്കൊരു 120 സബ്സ്ക്രൈബേഴ്സും കൂടെ, 120 അല്ല, ഇപ്പോൾ അതിനെക്കാട്ടും ഉണ്ട്, ഇപ്പോൾ കുറച്ച് മതി, 112 സബ്സ്ക്രൈബേഴ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 50K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലേക്കെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. കൂടെ ഒന്ന് ആ ഒരു ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്ക്. നിങ്ങളുടെ അഭിപ്രായം, എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 50K സബ്സ്ക്രൈബേഴ്സ് ഇന്ന് അടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്, താങ്ക് യു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കഴിയുന്നുള്ളത്. ഫിസിക്സിൻ്റെ സങ്കടം ഒരു ഭാഗത്ത്, ഈ ഒരു 50Kൻ്റെ സന്തോഷം വേറൊരു ഭാഗത്ത്. മൊത്തത്തിൽ എന്താ പറയുക, ഒന്നും പറയാമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫിസിക്സിൻ്റെ എക്സാമിൻ്റെ റിവ്യൂ ഇത്ര മാത്രമാണ് ഗൈസ്. കുഴപ്പമില്ല, നല്ല രീതിക്ക് ടഫുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ പബ്ലിക് എക്സാം അല്ല, എന്തൊക്കെയോ ആക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അലക്സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആയിട്ട് എഴുതി വെക്കണമെന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ആയിട്ട് ഞാൻ എല്ലാ ക്വസ്റ്റ്യനും എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടഫാണെങ്കിൽ വാല്യുവേഷൻ ലിബറലാക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം, ഇനി റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്കൊക്കെ നോക്കാം. എനിവേസ്, നിങ്ങൾക്ക് നമ്മുടെ ഫിസിക്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഗൈസ്. പിന്നീട് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എക്സാം ഈസി ആക്കാമായിരുന്നു അല്ലേ. ഇനി എന്തായാലും മാത്സിൻ്റെ എക്സാമാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നുള്ളത്. ഏകദേശം 3 ദിവസമാണ് നമുക്ക് ലീവ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു 3 ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മുടെ ലാസ്റ്റത്തെ 2-3 എക്സാമായിട്ട് നമുക്ക് 8ൻ്റെ പണി തന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമാണ് മാത്സ് എന്ന് പറയുന്നത്. എന്തായാലും അത്യാവശ്യം കുറച്ച് പേടിയുണ്ട് മാത്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്, നമുക്ക് എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫിസിക്സ് എക്സാം ആയതുപോലെ ആവല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഫിസിക്സ് എക്സാമിൻ്റെ റിവ്യൂ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. 50K ആക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ അഭിനവ് AK. ടു സബ്സ്ക്രൈബ്.